അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരേ കളിയിലാണ് കേട്ടോ. അപ്പോ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വിഷു ആശംസകൾ. എല്ലാവരും വിഷു നല്ലപോലെ ആഘോഷിച്ചോ. നമ്മുടെ ഇവിടെ നാളെയാണ് കേട്ടോ, വിഷുവേലയൊക്കെ നാളെയാണ്. അപ്പോൾ ഇവിടെ അധികമായിട്ടൊന്നുമില്ല, ഇവിടെ ഒരു വേല മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിൻ്റെ റോട്ടിലാണ് നല്ലപോലെ വേല. അപ്പം നമ്മൾ രാവിലെ തന്നെ അങ്ങോട്ടൊക്കെ പോകും നാളെ. ഇന്നിപ്പോൾ എന്താണെന്നല്ലേ, ഇതാ കുട്ടികളും ഇക്കയും പാടെ ഒരേ പടക്കം പൊട്ടിക്കലാട്ടോ, ഒരേ കളിയാണ്. മൊത്താപ്പ് വലിച്ചിട്ട് കണ്ടോ. ഞാൻ എപ്പോഴും പറയില്ല, അവര് കളിക്കാൻ എന്നെ വിളിക്കില്ല കേട്ടോ, ഇക്കാനെ വിളിക്കുള്ളൂ. കാരണം ഇക്കയെ മേക്ക് പേടി. ഇവരെ കളിക്കൊക്കെ ഇക്ക കൂടെ നിക്കുള്ളൂ, ഞാൻ നിക്കില്ല. അത് കാരണം എന്തിനും ഏതിനും ഇക്ക വേണം അവർക്ക് കേട്ടോ. ഇന്നലെ തുടങ്ങിയതാണ്. ഇന്നലെ ഒരു 2 പെട്ടി കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അത് പോരാന്ന് പറഞ്ഞിട്ട് ഇന്നും ഒരേ പറച്ചില് പറഞ്ഞിട്ട് ഇതാ മത്താപ്പ് വാങ്ങിച്ചു കൊടുത്തു. അതോ നോക്കിട്ട് കൈകാലം കൊള്ളണ്ട കേട്ടോ. അപ്പൊ ഇരുട്ടാവാനൊന്നും അവർക്ക് ഒഴിവില്ല. അതാ ഇക്കാനെയും കൂട്ടുപിടിച്ച് അവരെ ഒരേ കളിയിലാണ്. അതാണ് സാമർത്ഥ്യം. അയ്യോ വിഷു കണ്ടോ, ഇക്കും കൂട്ടത്തിൽ കളിക്കുന്നുണ്ട് അവരുടെ കൂടെ. അതെന്റെ പൈക്കുട്ടനോ, പൈക്കുട്ടന് കഴിഞ്ഞോ? എത്ര വാങ്ങിച്ചിക്ക? 2 പെട്ടിയോ? അവനൊന്നും കൊടുക്കടി. അവന് ഉച്ചക്ക് ഇന്നലത്തെ ബാക്കി ഒരെണ്ണം കിട്ടി. ചോട്ടില് കാല് വൈമു ചെരിപ്പിട് വൈമു. ഓ വൈകുന്നേരം ആയപ്പോ വിഷു ആയ എല്ലാരും പറയില്ലേ മഴയൊക്കെ പെയ്യുന്നു പറയില്ല. വൈകുന്നേരം ആയപ്പോ ഇതാ മഴ പെയ്യും പോലെ ഉണ്ട് കേട്ടോ. പെയ്യോന്നറിയില്ല, മഴ വരുമ്പോലെ ഉണ്ട്. മഴ പെയ്യട്ടെ, വെള്ളം ആവട്ടെ കിണറ്റിലൊക്കെ. സന്തോഷം. അതെ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ അതിനെ കളിക്കാ. നോക്കാ നല്ല രസമുണ്ട് മത്താപ്പ്. ഈ മത്താപ്പ് നല്ല രസമുണ്ട് കാ. അത് നോക്ക, അത് രസല്ല. അയ്യോ എന്താണ് ലൂസി കുറയ്ക്കുന്നത്? അപ്പൊ പടക്കൊക്കെ പൊട്ടിച്ച് ക്ഷീണൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും വിഷു സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഞാൻ ചീത്ത പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. എന്താണ് ഞാൻ പറയും, പക്ഷെ എന്നെ കാണാണ്ട് പോയി വാങ്ങിച്ചു കൊടുക്കും. അതേപോലെ ഇന്നലെ എന്നെ കാണാണ്ടല്ലോ, ഞാൻ സമ്മതിച്ചു. ഇക്കാടെ സന്തോഷമല്ലേ. എന്താണ് കുട്ടികളുടെ കൂടെ എന്താ പറയുക, ഇക്കാക്ക് കുട്ടികൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. അതുപോലെ കളിപ്പാട്ടാണെങ്കിലും. പൊന്നൂസ് കുഞ്ഞു ഉണ്ടായ സമയത്ത് ഇക്ക ആന്ധ്രയ്ക്കൊക്കെ ആയിരുന്നു കേട്ടോ വണ്ടി പോവുക. ആന്ധ്രയിലേക്ക് പോയി വരുമ്പോ കയ്യില് കൊറേ കുഞ്ഞൂസ് എറണാകുളം എത്ര വട്ടം കണ്ടത് കുഞ്ഞൂസിന് അറിയില്ല. കുഞ്ഞു ചെറുതായിരിക്കുമ്പോ അങ്ങനെ ഓരോടേക്ക് കൊണ്ടുപോയിട്ടും. അതുപോലെ ആന്ധ്രയില് പോയി വരുമ്പോ എപ്പോഴും കളിപ്പാട്ടം ഇല്ലാതൊക്കെ വരില്ല കേട്ടോ. അത്രയും കളിപ്പാട്ടം കൊണ്ടുവരും. ഞാൻ ചീത്ത പറയും, ഇങ്ങനെയൊന്നും വാങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറയും, എന്നാലും കേൾക്കില്ല. അങ്ങനെ വാങ്ങിക്കും. കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുക, അതൊക്കെ എൻ്റെ വാക്കൊന്നും കേൾക്കില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ വരുമാനം ഇല്ലാത്ത സമയമാണ് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇക്കാക്ക് വിഷമം ഉണ്ടാന്ന് പറഞ്ഞിട്ട് ഇന്നലെ ശരി കുട്ടികൾക്കൊരു 10-200 രൂപയല്ലേ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് പടക്കം വാങ്ങിച്ചു കൊടുത്ത് വെക്കുക. അത് ഇക്കാൻ്റെ സന്തോഷം. കുട്ടികൾ എന്താണ്ട് ഹാപ്പിയായി ഒക്കെ പൊട്ടിച്ച്. ഇന്നിപ്പോ 2 മത്താപ്പ് വാങ്ങിച്ചിരിക്കുക. എത്ര ഒരു മത്താപ്പിന്? പെട്ടിയാണ് മത്താപ്പ് 10 രൂപ. 10? അത് മത്താപ്പം വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. പോട്ടെ, ഇക്കാൻ്റെ സന്തോഷം. അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? ഞങ്ങൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഓരോ ദിവസവും. ഹോസ്പിറ്റലിൽ നമുക്ക് ബുക്ക് ചെയ്ത് കിട്ടിയിട്ടില്ല കേട്ടോ. ഡോക്ടർ ഇന്നിപ്പോൾ ലീവല്ലേ, ഇന്ന് വിളിച്ചിട്ട് കിട്ടിയിട്ടുമില്ല. ഇനിയിപ്പോൾ നാളെ വിളിച്ച് നോക്കണം. ഈ ആഴ്ച എന്തായാലും അടുത്ത ആഴ്ച ഇല്ല. ആ ഡോക്ടർ ബുധനാഴ്ച വരെ ഉള്ളൂ. തിങ്കൾ ചൊവ്വ ബുധനേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് ബുധനാഴ്ച കിട്ടിയാൽ ബുധനാഴ്ച പോകണം ഇൻഷാല്ലാ. അല്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച. ഇപ്പോൾ വൈകി, ഒരാഴ്ചത്തോളം വൈകി. എന്താണ് നമ്മൾ പറഞ്ഞതിൽ ഒരാഴ്ച വൈകിയിലൊക്കെ 3 മാസം കഴിഞ്ഞു. അപ്പം എന്തായാലും ഈ ആഴ്ച അപ്പോഴേക്കും ഇന്നിപ്പോൾ ലീവായില്ലേ, ഇന്നിപ്പോൾ വിളിച്ച് നമുക്ക് കിട്ടുകയും ചെയ്തില്ല.
എന്താണ് നാളെ വിളിച്ചു നോക്കണം. മറ്റന്നാള് പറ്റിയ ചിലപ്പോൾ ബുധനാഴ്ച കിട്ടുന്നുണ്ട് മനസ്സ് പറയുന്നു. ബുധനാഴ്ച കിട്ടിയാൽ ബുധനാഴ്ച ഹോസ്പിറ്റലിൽ പോകണം. ഇത് വെറും ചെക്കപ്പാണ് കേട്ടോ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ചെക്കപ്പാണെന്നാണ് പറഞ്ഞത്, വരണം എന്ന് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഇങ്ങനത്തെ നിലവിലെ വിശേഷങ്ങൾ. ഇതാ വൈകുന്നേരം ഇന്നിപ്പോൾ വീട്ടിലേക്ക് ഒന്നും പോയില്ല. മഴ നല്ല പോലെ മഴ വരും പോലെ ഉണ്ട്. അപ്പോൾ തുണികളൊക്കെ തിരുമ്പിയിട്ടതൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തു വെക്കാണ്ട് പോയി ഇടങ്ങേറാവും. ഉമ്മ വിളിച്ച് എന്താ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ഞങ്ങൾ വൈകുന്നേരം ആയാൽ എപ്പോഴും ഒന്ന് വണ്ടി എടുത്ത് പോകും. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടെൻഷൻ പോലെ, അവിടെ പോകുമ്പോൾ ആങ്ങളുടെ കുട്ടികൾ എല്ലാവരും വേറെ കുട്ടികളുടെ കൂടെയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ വൈകുന്നേരം എപ്പോഴും പോകുന്നതാണ്. ഇന്ന് പോയില്ല. ഇനിയിപ്പോൾ നാളെ എന്തായാലും രാവിലെ എണിച്ച് രാവിലെ ഫുഡൊന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല. രാവിലെ പോവും. ഉച്ചക്കത്തെ ഫുഡൊക്കെ അവിടെയാണ്. വേലയാണ് കേട്ടോ നമ്മുടെ ഇവിടെ. ഇൻഷാല്ല ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പരിസരത്തൊക്കെ വേല എന്ന് പറഞ്ഞാൽ എന്താ, പൂരം പൂരമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യൂട്ടോ. വിഷുവായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തിട്ടോളി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ നിലവിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. പിന്നെന്താ, ഇന്ന് ഇക്കാക്ക് നമ്മുടെ ഇവിടെ പരിസരത്ത് നിന്ന് തന്നെ വീട്ടിൽ നിന്ന് ഒരു വലിയ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചക്ക പഴുക്കാൻ ഇക്കാക്ക് ഒഴിവിലേക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്ക നല്ല ഇഷ്ടമാണ്. എന്താണ് നല്ല കഴിക്കൂട്ടോ. ചിലപ്പോൾ ഒരു ചക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചക്ക ഇരുന്ന് തിന്നു. അത്ര ഇഷ്ടമാണ് ചക്ക. എൻ്റെ വൈക്കോട്ടിന് ഇഷ്ടമാണ്. അപ്പോൾ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന്. അല്ല ഇന്നല്ല കേട്ടോ, 2 ദിവസമായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ് ചക്ക പഴുത്തിട്ടില്ല. അമർത്തി നോക്കുമ്പോൾ അമർന്നാലേ അത് പഴുത്തിട്ടുള്ളൂ, വെട്ടണ്ടെന്ന് പറഞ്ഞു. ഇക്കാക്ക് പൊരിഞ്ഞിട്ട് അതിനെ വെട്ടിയിട്ട് എന്താ ഈ പച്ചയാണ് കേട്ടോ, അധികം പഴുത്തിട്ടില്ല. അവസാനം ഇക്കുന്ന പിന്നെ ചക്കവറ്റിൽ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഷോർട്ട് എടുത്തുള്ളൂ, ലോങ്ങൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് രണ്ടാളും കൂടെ മുറിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് ചിപ്സ് പോലെ ഉണ്ടാക്കിയിട്ട് ഇക്കാക്ക് കൊടുത്ത്. ഇഷ്ടപ്പെട്ട പക്ഷെ നല്ല മുരിഞ്ഞ് കിട്ടിയില്ല കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. എന്താണ് അടി ഉണ്ടാക്കല്ലേ, അവര് അടി തന്നെ കേട്ടോ. ഇപ്പൊ നോക്കിയാൽ ഇവിടെ അടിയാണ്. ഇടയിൽ അവരുടെ തല്ലൊന്ന് പിരിക്കാൻ പോയതാണ് കേട്ടോ. സ്കൂള് എന്താ പറയുക, എല്ലാ അമ്മമാരും പറയും പോലെ തന്നെ സ്കൂള് പൂട്ടിയപ്പോൾ തുടങ്ങിയതാണ്. രണ്ടാളും പേരും വഴക്കാട്ടോ. എന്തൊരു ചെറിയ കാര്യത്തിന് ഇപ്പോൾ പടക്കൊക്കെ പൊടിച്ച് ലാസ്റ്റ് ആ കമ്പിത്തിരിന്റെ എന്തോ ഒരു തുണ്ടുണ്ടായിരുന്നു, അതിന് രണ്ടാളും കൂടെ വഴക്ക് കൂടിയതാണ്. എന്നിട്ടത് അപ്പുറത്തിരിക്കുന്നുണ്ട് രണ്ടാളും പാടുതാ. രണ്ടുപേരും പിണങ്ങിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഇന്നത്. എന്നിട്ട് എന്താ ചക്ക ചിപ്സ് ഉണ്ടാക്കി, ഇഷ്ടപ്പെട്ടില്ല. അതുണ്ടാക്കി. പിന്നെ പഴുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് അതിൽ കവറൊക്കെ വെച്ചിട്ട്, കവറല്ല പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊക്കെ പറഞ്ഞു നാളേക്ക് പഴുക്കുമോ? നാളെ മറ്റന്നാളേക്ക് പഴുക്കും. വൈക്കുട്ടൻ പണക്കൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. വൈക്കുട്ടൻ എന്തിനാ വൈക്കുട്ട കുഞ്ഞുവിനെ തല്ലുണ്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കുറച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നു, അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ. വീഡിയോസിന് കുഞ്ഞു അപ്പോൾ അപ്പോ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. വൈക്കുട്ടാ വൈക്കുട്ടാ എല്ലാട്ടും വൈക്കുട്ട എല്ലാവരിനോടും വേണമെങ്കിൽ, നിങ്ങളോടും വേണമെങ്കിൽ, സബ്സ്ക്രൈബേഴ്സിനോടും വേണമെങ്കിൽ വൈക്കുട്ട പിണങ്ങിയിട്ടില്ലയോ? ഒന്നുമില്ല കേട്ടോ. വൈകുന്നേരം പടക്കം തീർന്നു പോയ സങ്കടം. അവര് വാങ്ങി കൊടുക്കണം. കഴിയാൻ പാടില്ല. വലിയ സാധനങ്ങളാട്ടോ പറയുന്നത് വേണമെന്ന്. ഇല്ലല്ല, എന്റെ കുട്ടി നല്ല കുട്ടി, ഒരാകത്തെ കുട്ടിയൊന്നുമല്ല. അപ്പൊ ബൈ, ഗുഡ് നൈറ്റ്. അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ. ഇല്ല ചിരിച്ചില്ല കേട്ടോ. എന്റെ കുട്ടി ചിരിക്കില്ല.